ഇത് ജപ്പാൻ എന്നുള്ളൊരു സ്പെഷ്യൽ ന്യൂസാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം ആദ്യം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. There was a train station in Japan that ran just for one girl. Kamishirataki Station in Japan was supposed to shut down due to low use, until Japan Rail found out a single high school student used it every day to get to class. So, instead of closing it, they changed the train schedule to match her school hours. The train stopped only twice a day, once to pick her up in the morning and once to bring her back in the evening. No other passengers, no extra stops, just for her. And when she graduated in 2016, the station quietly shut down, a powerful reminder of how far a country can go for one student's education. എഡ്യൂക്കേഷനൊക്കെ ഓരോ രാജ്യങ്ങളും എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ള ഒരു പ്രധാന ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ജപ്പാനിലുള്ള ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട്, അതായത് വേറെ ആൾക്കാർ ആരും യൂസ് ചെയ്യാത്ത ഒരു സ്റ്റേഷനിൽ ട്രെയിൻ പോകുന്നതിന് വേണ്ടി ആ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി മാത്രം അവരിത് കണ്ടിന്യൂ ചെയ്തു. ആ സ്റ്റുഡൻറ്റിൻ്റെ ഗ്രാജുവേഷൻ കഴിയുന്ന ആ സമയത്ത് മാത്രമാണ് ക്ലോസ് ചെയ്തത്. ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നടക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അധികം പേരുണ്ടായിട്ട് പോലും, കുട്ടികളുണ്ടായിട്ട് പോലും അവർക്ക് സൗകര്യങ്ങളൊന്നുമില്ലാതെ അവരുടെ പഠിത്തം മുടങ്ങുന്നൊരവസ്ഥയാണ് ഇന്നത്തെ കാലത്തുള്ളത്. സമ്മതിക്കണം കേട്ടോ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത്. ജപ്പാനൊക്കെ ഇതിനൊരു ടോപ്പ് ഉദാഹരണം. ഇത് ജപ്പാൻ എന്നുള്ളൊരു സ്പെഷ്യൽ ന്യൂസാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം ആദ്യം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. There was a train station in Japan that ran just for one girl. Kamishirataki Station in Japan was supposed to shut down due to low use, until Japan Rail found out a single high school student used it every day to get to class. So, instead of closing it, they changed the train schedule to match her school hours. The train stopped only twice a day, once to pick her up in the morning and once to bring her back in the evening. No other passengers, no extra stops, just for her. And when she graduated in 2016, the station quietly shut down, a powerful reminder of how far a country can go for one student's education. എഡ്യൂക്കേഷനൊക്കെ ഓരോ രാജ്യങ്ങളും എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ള ഒരു പ്രധാന ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ജപ്പാനിലുള്ള ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട്, അതായത് വേറെ ആൾക്കാർ ആരും യൂസ് ചെയ്യാത്ത ഒരു സ്റ്റേഷനിൽ ട്രെയിൻ പോകുന്നതിന് വേണ്ടി ആ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി മാത്രം അവരിത് കണ്ടിന്യൂ ചെയ്തു. ആ സ്റ്റുഡൻറ്റിൻ്റെ ഗ്രാജുവേഷൻ കഴിയുന്ന ആ സമയത്ത് മാത്രമാണ് ക്ലോസ് ചെയ്തത്. ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നടക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അധികം പേരുണ്ടായിട്ട് പോലും, കുട്ടികളുണ്ടായിട്ട് പോലും അവർക്ക് സൗകര്യങ്ങളൊന്നുമില്ലാതെ അവരുടെ പഠിത്തം മുടങ്ങുന്നൊരവസ്ഥയാണ് ഇന്നത്തെ കാലത്തുള്ളത്. സമ്മതിക്കണം കേട്ടോ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത്. ജപ്പാനൊക്കെ ഇതിനൊരു ടോപ്പ് ഉദാഹരണം.